എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും, എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും, എന്തുകൊണ്ട് എനിക്ക് മാത്രം എപ്പോഴും ഇത്രയധികം പ്രശ്നങ്ങൾ വരുന്നത് എന്ന്, അല്ലേ? മറ്റുള്ളവർക്ക് എന്ത് ഹാപ്പിയാ, എനിക്ക് മാത്രം എന്തെങ്ങനെ എന്ന് തോന്നിയിട്ടുണ്ടാവും. എങ്കിൽ ശരിക്ക് നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അല്ല ഈ പ്രപഞ്ചം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള. അല്ല, നിങ്ങൾ ഈ ജിമ്മിൽ പോയിട്ട് ഭാരം ഉയർത്തുമെന്നുണ്ടാവില്ല, നമുക്ക് മസിൽ വരും, അല്ലേ? അതുപോലെയാണ് മനുഷ്യൻ്റെ ബുദ്ധിയും കഴിവുകളും വെല്ലുവിളികളും. പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ വളരില്ല. ആ പ്രശ്നങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൻ്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് വെറുതെ ഇങ്ങോട്ട് ജനിച്ചു, കുറച്ചു കാലം ജീവിച്ചു, പിന്നെ മരിച്ചു പോകാനല്ല. ഇതൊരു കളിയല്ല. നമുക്കുള്ളിലെ അനന്തമായ കഴിവുകൾ വികസിപ്പിച്ച് ഈ ഭൂമിയിലെ ഏറ്റവും ഉത്കൃഷ്ടമായ മനുഷ്യരായി മാറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓരോ മനുഷ്യന്മാർക്കും വ്യത്യസ്തമായ കഴിവുകളുള്ളത്. മറ്റുള്ളവരെ നമ്മൾ അനുകരിക്കാൻ നിൽക്കാതെ സ്വന്തം ഉള്ളിലേക്ക് നോക്കി ആ കഴിവുകൾ കണ്ടെത്താം. നിങ്ങൾ നിരന്തരം ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ യഥാർത്ഥ നിയോഗത്തിലല്ല. നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അതല്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ജീവിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. അല്ലെങ്കിൽ ഒറ്റ തെളിവാണ് നിങ്ങളെപ്പോഴും ദുഃഖത്തിലാണ് എന്നുള്ളതിൻ്റെ അർത്ഥം. സ്വന്തം ആരോഗ്യം സംരക്ഷിച്ച് മടി മാറ്റിവെച്ച് നന്മയോടെ കർമ്മനിരതരാകുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന. നമുക്കറിയാം. അല്ലാതെ കേവലമായ കുറേ ചടങ്ങുകളിലൂടെ പോയിട്ട് കാര്യമില്ല. നിങ്ങളുടെ ശരീരവും ബുദ്ധിയും എത്രത്തോളം ഉപയോഗിക്കുന്നുവോ അത്രത്തോളം അതിൻ്റെ കരുത്ത് കൂടിക്കൊണ്ടിരിക്കും. മടി പിടിച്ചിരുന്നിട്ട് ജീവിതം നശിപ്പിക്കുന്നവർക്ക് സമാധാനം നഷ്ടപ്പെടുകയേ ഉള്ളൂ. നന്മയും തിന്മയൊക്കെ ഒരുപോലെയുള്ള ഈ ലോകത്ത് എന്ത് വേണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. നമ്മുടെ ശരിയായ തിരഞ്ഞെടുപ്പുകളാണ് നമ്മുടെ ജീവിതം നിശ്ചയിക്കുന്നത്. മുൻവിധികളൊക്കെ മാറ്റിവെച്ച് സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങിയാൽ എന്നാൽ മാത്രമേ നമുക്ക് സത്യം മനസ്സിലാവുകയുള്ളൂ. ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി തുറക്കുമെന്ന പോസിറ്റീവ് മനോഭാവം വളർത്തിയെടുത്താൽ ഏത് പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾക്ക് വളരെ സുഗമമായിട്ട് പുറത്തു കിടക്കാൻ പറ്റും. ഏതായാലും ഇന്ന് ഒരു ഒരു കാര്യം നിങ്ങളൊന്ന് ചെയ്യാം. ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ഒരു പേപ്പർ എടുത്തിട്ട് ഇപ്പോൾ തന്നെ നിങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന, നിങ്ങൾക്ക് ഏറ്റവും സങ്കടം തരുന്ന ഒരു പ്രശ്നം ആ പേപ്പറിൽ അങ്ങോട്ട് എഴുതി ഇടുക. വെറുതെ ഇങ്ങനെ തലയിൽ കയറ്റി വെക്കേണ്ട ആവശ്യമില്ല. ആ പേപ്പറിൽ അങ്ങോട്ട് എഴുതിയിടുക. എന്നിട്ട് അതിന് താഴെ വലിയ അക്ഷരത്തിൽ ഇങ്ങനെ എഴുതി വെക്കുക: ഈ പ്രശ്നം എന്നെ തകർക്കാനല്ല വന്നിട്ടുള്ളത്. എൻ്റെ ബുദ്ധിയും കഴിവും വളർത്താൻ പ്രപഞ്ചം എനിക്ക് നൽകിയ ട്രെയിനിങ് ആണ് ഇത്. ഞാൻ ഇതിൽ ജയിക്കും. രണ്ടാമത്തെ ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ ഇന്നൊരു 15 മിനിറ്റ് നിങ്ങൾക്കായിട്ട് മാറ്റി വെക്കണം. മറ്റാരുടെയും നിർബന്ധമില്ലാതെ നിങ്ങൾക്ക് ശരിക്കും സന്തോഷം തരുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഒരു കഴിവിന് വേണ്ടിയിട്ട്, അതൊന്ന് പാട്ട് പാടാനാവും, ചിലപ്പോൾ വരയ്ക്കാനാവും, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാനോ, ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തിന് വേണ്ടി ഒരു 15 മിനിറ്റ് നിങ്ങൾ ഒന്ന് നീക്കി വെക്കുക. അപ്പോഴാണ് നിങ്ങളറിയാം നിങ്ങൾ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഒരു 15 മിനിറ്റ് നിങ്ങൾ നീക്കി വെക്കാം. ഇന്ന് തന്നെ ചെയ്ത് നോക്ക്. നിങ്ങളുടെ ഉള്ളിലേക്ക് വല്ലാത്തൊരു ആവേശവും എനർജിയും ഒഴുകിയെത്തുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പ്രശ്നങ്ങളെ ധൈര്യമായിട്ട് നേരിടാൻ, നിങ്ങളുടെ ബ്രെയിനെ റെഡിയാക്കാൻ, ഒരു ഇന്നർ പവർ നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് ദിവസവും രാവിലെ 7:30 ഒരു പരിശീലനം ഉണ്ട്. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലേക്ക് അപാരമായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് പ്രവഹിക്കും. അത് നമ്മുടെ എനർജി സെൻറ്ററുകളുണ്ട്. ഈ എനർജി സെൻറ്ററുകളെ നമുക്ക് ഒരുമിച്ച് ഉണർത്താം. കഴിയും. ഇനി പുതിയൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ പരാജയപ്പെടുമോ എന്ന് വിചാരിച്ച് പിന്മാറുന്നവരാണെങ്കിൽ അടുത്ത വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പരാജയ ഭീതി എങ്ങനെ ഇല്ലാതാക്കാം, അത് ഫോക്കസ് എന്നുള്ള മഹാശക്തി ഉപയോഗിച്ച് ലക്ഷ്യത്തിലേക്ക് എങ്ങനെ കുതിക്കാം, വിജയമന്ത്രങ്ങൾ എന്തൊക്കെയാണ്, അടുത്ത വീഡിയോയിൽ നമുക്ക് അതേക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പേപ്പർ ടാസ്ക് ഇപ്പം തന്നെ ചെയ്യണം, മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.